സദസ്സിലിരിക്കുന്ന അധ്യാപകരെ, രക്ഷകർത്താക്കളെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, ഞാൻ നിങ്ങളുടെ അവതരിപ്പിക്കാൻ പോകുന്ന പ്രസംഗത്തിന്റെ വിഷയം കുട്ടികളെ എങ്ങനെ നല്ല വ്യക്തിത്വങ്ങളായി വളർത്തിയെടുക്കാം എന്നുള്ളതാണ്. ഇത് പ്രധാനമായും ഒരു രക്ഷകർത്തൃ സംഗമമായതുകൊണ്ട് ഇവിടെ ഇത് ഏറ്റവും അനുയോജ്യമായ വിഷയമായി ഞാൻ കരുതുന്നു. കുട്ടികളെ നാം വളർത്തുമ്പോൾ അത് ഒരു മനോഹരമായ പൂച്ചെടി വളർത്തുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിന് കൊടുക്കേണ്ട വെള്ളവുമായിരിക്കണം നാം നൽകുന്ന സ്നേഹവും പരിലാളനയും പ്രശംസയും. കുട്ടികളെ വളർത്തുമ്പോൾ പ്രധാനമായും നാം 4 ഗുണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായി മൂല്യങ്ങൾ, രണ്ടാമതായി ആത്മവിശ്വാസം, മൂന്നാമതായി സാമൂഹിക ഗുണങ്ങൾ, നാലാമതായി റിസൈലൻസ് അഥവാ ഉൽപ്പതിഷ്ണുത. മൂല്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യസന്ധത, സ്നേഹം, ക്ഷമ, കരുണ തുടങ്ങിയ ഗുണങ്ങളാണ്. അവൻ എന്ത് തന്നെ ഉയരത്തിലെത്തിയാലും ഈ അടിസ്ഥാന മാനുഷിക മൂല്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ അവന് ആത്മാവ് നഷ്ടപ്പെട്ട പോലെയാകും, അവന്റെ സത്ത ഇല്ലാത്ത പോലെയാകും. അതുകൊണ്ടാണ് ഞാൻ ഈ മാനുഷിക മൂല്യങ്ങൾക്ക് 1ാം സ്ഥാനം കൊടുക്കുന്നത്. രണ്ടാമതായി ആത്മവിശ്വാസം. നാം ഒരു ചെറിയ അരുവിൽ ചാടിക്കിടക്കുകയാണ്. അത് നമുക്ക് ചാടാൻ പറ്റുമോ ഇല്ലയോ എന്ന് ശങ്കിച്ചിരുന്നാൽ നിശ്ചയമായും നാം ആ വെള്ളത്തിൽ ചാടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്തു തീർക്കാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമതായി സാമൂഹിക ഗുണങ്ങൾ. നാം ഒരു സാമൂഹിക ജീവിയാണ്. അല്പസമയമൊക്കെ നമുക്ക് ഒറ്റയ്ക്കിരിക്കാനും ഏകാന്തതയിൽ കഴിയുവാനും സാധിക്കും. അത് നല്ലതുമാണ്. പക്ഷെങ്കിൽ ആത്യന്തികമായി നേതൃപാഠവും ടീം വർക്ക്, ആശയവിനിമയ ശേഷി തുടങ്ങിയ സാമൂഹിക ഗുണങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉന്നതത്തിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. നാലാമതായി റിസൈലൻസ് അഥവാ ഉൽപ്പതിഷ്ണുത. എന്തെങ്കിലും തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കണക്കെ തിരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ താളത്തിലേക്ക് തിരിച്ചെത്തുവാനോ മുന്നോട്ട് പോകാനുള്ള കഴിവിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുഖവും ദുഃഖവും എന്ത് തന്നെയാലും ജീവിതത്തിലുണ്ടാവും. പക്ഷെ അതിൽ കൂടുതൽ താമസിക്കാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് നയിക്കേണ്ടതാണ്. ഈ ഗുണങ്ങളൊക്കെ രക്ഷകർത്താക്കൾ എന്ന രീതിയിൽ എങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് ഞാൻ അടുത്തത് പരിശോധിക്കാൻ നോക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഒരു തുറന്ന സംസാരത്തിനും സംഭാഷണത്തിനുള്ള അവസരം ഒരുക്കണം. അതാണ് നാം ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്. വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് നാം ഒരു അടുത്ത സുഹൃത്തായിരിക്കണം. അപ്പോൾ അവർ വഴിതെറ്റി പോകാനുള്ള അവസരം കുറവായിരിക്കും. എന്ത് തന്നെയായാലും നമ്മളോട് ചർച്ച ചെയ്യാൻ അവർ തയ്യാറായിരിക്കും. മാത്രവുമല്ല നമ്മുടെ വീട്ടിലെ മക്കളും നമ്മളും തമ്മിലുള്ള ജീവിതം അർത്ഥപൂർണവും സന്തോഷകരമായിരിക്കും, ആനന്ദപൂർവമായിരിക്കും. രണ്ടാമതായി സാമൂഹിക കഴിവുകൾ വർദ്ധിപ്പിക്കുവാനുള്ള അവസരം നാം അവർക്ക് ഒരുക്കി കൊടുക്കണം. NSS, NCC, സ്പോർട്സ് തുടങ്ങിയ സാമൂഹിക അവസരങ്ങളിൽ നാം അവരെ പരമാവധി ഉൾക്കൊള്ളിക്കണം. മൂന്നാമതായി വൈജ്ഞാനിക ബുദ്ധി. നമുക്ക് ജയങ്ങളും പരാജയങ്ങളും എന്ത് തരാനും ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെങ്കിൽ അത് ഒരു സമചിത്തതയോടെ ഉൾക്കൊള്ളുവാനും ഈ പരാജയങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതിന് പകരം നാം ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ അധ്വാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഈ തൊഴിൽ അല്ലെങ്കിൽ അധ്വാനം നമ്മൾ ആസ്വദിക്കുവാനും അത് ആഘോഷിക്കുവാനും നമ്മൾ ശീലിച്ചാൽ നമുക്ക് പരാജയങ്ങൾ നമ്മളെ ബാധിക്കുകയില്ല. ആ ഒരു ശീലം നാം അവരെ പഠിപ്പിക്കണം. നാലാമതായി ഹോബീസ് അല്ലെങ്കിൽ നമ്മുടെ നൈസർഗിക വാസന, അതേപോലെ നമ്മുടെ താല്പര്യങ്ങൾ.
നമ്മുടെ ജീവിതം നമ്മുടെ നിരത്തിൽ പോകുന്നത് പോലെ ഘട്ടവും കുഴിയും നിറഞ്ഞതാണ്. അവിടെ വാഹനത്തിനുണ്ടാവുന്ന ഷോക്ക് ഓബ്സർവറുകളാണ് നമ്മുടെ യാത്ര സുഗമമാക്കുന്നത്. അതുപോലെ നമ്മൾക്ക് ദൈവം തന്നിലുള്ള നൈസർഗിക വാസനകളിൽ കുറച്ച് സമയം നാം ചെലവഴിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഷോക്ക് ഓബ്സർവറുകളായി വർദ്ധിക്കുന്നതാണ്, നമ്മുടെ ജീവിതയാത്ര സുഗമമാക്കുന്നതുമാണ്. അഞ്ചാമതായി മാതൃക. നാം വെറുതെ ഈ കാര്യങ്ങളൊക്കെ ഉപദേശിക്കുകയും പറയുകയും ചെയ്യുകയും പകരം നമ്മിൽ തന്നെ നാം ഇവർക്ക് ഒരു മാതൃക ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. നമ്മൾ നല്ല മാതൃക പുരുഷന്മാരായി ഇവർക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് നല്ലൊരു പ്രചോദനമായിരിക്കും. ഇതാണ് എൻ്റെ ഈ പ്രസംഗത്തിൽ ഉദ്ദേശിക്കുന്ന സന്ദേശം. ഞാൻ ഈ കുട്ടികൾക്ക് എങ്ങനെ വളർത്താം എന്ന് പറയാവുന്ന കുറച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ പകർന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതോടെ എന്റെ പ്രസംഗം അവസാനിക്കുന്നു. അവസാനമായി ഞാൻ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്കും SMലും സ്കൂളിലെ അധ്യാപകർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ ഇത്തരം ഒരു പരിപാടി എന്റെ നാട്ടിലോ ഇവിടെ എവിടെയോ കണ്ടിട്ടോ കേട്ടിട്ടോ തോന്നുന്നില്ല. ഇത്തരം രക്ഷാകർതൃ സംഗമം ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ തമ്മിൽ പരസ്പരം കൂടുതൽ അറിയുവാനും നമ്മുടെ സൗഹൃദം വന്നിരിക്കുവാനും ഇത്തരം പരിപാടികൾ നമ്മളുടെ ഒരു കുടുംബമായി നമുക്ക് അറിയുവാനായിട്ട് സഹായിക്കുന്നു. അതിന് ഞാൻ പ്രത്യേകം ഒരു നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഞാനിത് പ്രസംഗം നിർത്തുന്നു. വളരെ